പ്രൈസ് ദി ലോർഡ്. വിശുദ്ധരുടെ നാൾ വഴിയിലൂടെയുള്ള യാത്രയിലാണ് നമ്മൾ. കഴിഞ്ഞ ആഴ്ച വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ നമ്മൾ കണ്ടു. ഇന്നത്തെ വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനാണ്. പക്ഷേ ഇന്ന് ഒരേ കാലഘട്ടത്തിൽ ഒരേ സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും കഥ. വിശുദ്ധനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വിശുദ്ധ റോസാണ്, ലീമയിലെ വിശുദ്ധ റോസ്. തെക്കേ അമേരിക്കയിലെ പെറുവിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റോസ് 1586 ഡിസംബർ 5 തീയതി ജനിക്കുകയും 1617 ഓഗസ്റ്റ് 24 തീയതി മരിക്കുകയും ചെയ്തു. ചെറിയ ജീവിതം, വെറും 31 വയസ്സ്. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് നീണ്ട ജീവിതങ്ങൾക്ക് വേണ്ടിയല്ല, നീളുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് വ്യത്യാസം? നീണ്ട ജീവിതവും നീളുന്ന ജീവിതവും. നീണ്ട ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രായം 80 ആകാം, 90 ആകാം, 100 110 ആകാം. പക്ഷേ നീളുന്ന ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രായം അതിനകത്തൊരു വിഷയമല്ല. കാരണം വിശുദ്ധ റോസ് 31 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇന്നും നമ്മുടെ ഒക്കെ ഉള്ളിൽ ഈ വിശുദ്ധ ജീവിച്ചിരിപ്പുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് തിരുവനന്തപുരത്തുള്ള വേറ്റിനാടെ ഈ ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ വിശുദ്ധ റോസിനെ ഓർക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നീളുന്ന ജീവിതം. ഇന്നും നമ്മളുടെയൊക്കെ ഉള്ളിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നമ്മളിത് ആ വിശുദ്ധരെ പറ്റി ചിന്തിക്കുന്നതും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ. ഈ വിശുദ്ധർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ നെടുകയും കുറുകയും നടക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു ചെറിയ സംഭവം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ ഒരിടത്ത് വിശുദ്ധനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിച്ച വിശുദ്ധ നിക്കോളാസ് ആയിരുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ നിക്കോളാസ്. അച്ഛനിങ്ങനെ വളരെ ശക്തമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛന് വേണ്ടിയിട്ട് ഒരു സഹോദരൻ സൈഡിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇക്കൊടുത്തിരിക്കുന്ന ആരെങ്കിലും വിശുദ്ധ നിക്കോളാസിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് വിശുദ്ധ നിക്കോളാസിൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വളരെ ശക്തമായിട്ട് നിക്കോളാസിനെ പറ്റി പറയുന്നു. അപ്പോഴത്തേക്ക് സഹോദരൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഈ സഹോദരൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് വിശുദ്ധ നിക്കോളാസ് അച്ഛൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അത് പൂർണ്ണമായിട്ട് അങ്ങനെയൊക്കെ ശരിയാണോ? അപ്പോൾ അച്ഛൻ ചോദിച്ചു, വിശുദ്ധ നിക്കോളാസിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കാരണം അച്ഛനൊഴികെ ആരും നിക്കോളാസിനെ അതായത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സാധാരണഗതിയിൽ കാണാൻ സാധ്യമല്ലാത്ത ഒരു വിശുദ്ധൻ്റെ ഫോട്ടോയാണ് വിശുദ്ധ നിക്കോളാസ്. ഒത്തിരി നാളുകൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചൊരു വിശുദ്ധൻ. അപ്പോഴത്തേക്ക് ആ സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടാൽ ഏകദേശം എബ്രഹാം ലിങ്കനെ പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ കയറി സെർച്ച് ചെയ്യണം. താടിയൊക്കെ വളർത്തി ഏകദേശം എബ്രഹാം ലിങ്കൻ്റെ ഒരു രൂപമാണ് വിശുദ്ധനുള്ളത്. അത് പറയാൻ കാരണം അച്ഛൻ പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ് കൈയടിച്ചു. കാരണം സത്യമായിട്ടും ആ വിശുദ്ധൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആന്തരികത ഉണ്ടെങ്കിൽ, കുറച്ചും കൂടെ പ്രാർത്ഥനയുടെ അരൂപി ഉണ്ടെങ്കിൽ, ഉൾക്കണ്ണുകൾ തുറന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരെ പറ്റിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആരോടാണോ നമ്മൾ ആരെ പറ്റിയാണോ പ്രസംഗിക്കുന്നത്, ആരോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അപ്പോഴെല്ലാം ആ വിശുദ്ധൻ്റെ സാന്നിധ്യം ഈ ദേവാലയത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടത്തും ഒക്കെ ഉണ്ടാകും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ റോസിനെ പറ്റിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചു, ആധ്യാത്മികതയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ നടന്ന, അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ, അച്ഛൻ്റെ മധ്യസ്ഥത്തിലൂടെ കിട്ടിയ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളെപ്പറ്റിയും രോഗസൗഖ്യത്തെപ്പറ്റിയും ഒക്കെ അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങളത് സാഗൂതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എങ്ങനെയാണ് അച്ഛന് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇത്രയൊക്കെ മധ്യസ്ഥതയിലൂടെ, ഇത്രയൊക്കെ പ്രാർത്ഥന, രോഗശാന്തി, അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ സത്യമാണത്. അപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഇത് നടക്കുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോഴാണ് ഈ കഥയുടെ 2ാം ഭാഗത്തിലേക്ക് അച്ഛൻ കിടക്കുന്നത്. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, എന്താണ് അച്ഛൻ കെട്ടുന്ന മുള്ളരഞ്ഞാണത്തെ പറ്റിയും, അച്ഛൻ്റെ ജാഗരണത്തെ പറ്റിയും, നിലത്ത് മണൽ വിരിച്ച് മുട്ടുകുത്തുന്നതിനെ പറ്റിയും, പിന്നെ നിലത്ത് കിടന്നുറങ്ങുന്നതിനെ പറ്റിയും, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയും, കൊന്ത ചൊല്ലുന്നതിനെ പറ്റിയും, ഉപവസിക്കുന്നതിനെ പറ്റിയും, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് വളരെ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോഴാണ് അച്ഛനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ത്യാഗം ചെയ്യാതെ പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കരുത്. ത്യാഗം അത് ആവശ്യപ്പെടുന്നുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പുണ്യങ്ങളിൽ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ വെറുതെ നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗം കേട്ടതുകൊണ്ടോ, യൂട്യൂബിൽ അച്ഛനെ പ്രസംഗം കേട്ടതുകൊണ്ടോ, ബൈബിൾ വെറുതെ നമ്മൾ പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടോ മാത്രം അത് കാര്യമില്ല. നമ്മൾ അതിനോട് ഒരു ശ്രദ്ധ അതിൽ കൊടുക്കണം. നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ജാഗരണം എടുക്കണം. നമ്മൾ എത്രയൊക്കെ പുണ്യം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രയൊക്കെ നമ്മൾ
ഈ തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അരൂപിയിൽ വളരണം. അല്ലാതെ പുണ്യത്തിൽ വളരുവാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് കാണുന്ന ഈ വിശുദ്ധ വളരെ ചെറുപ്പത്തിൽ മരിച്ചെങ്കിലും ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വളരെയധികം ശക്തമായ തപസ്സിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ അരൂപി ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, തപസ് കൂടാതെ വരം കിട്ടുകയില്ല. ആരൊക്കെ എത്രമാത്രം ആഴത്തിൽ തപസ് ചെയ്യുന്നു എങ്കിൽ മാത്രമേ വരം കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ദാനിയേലച്ചനോടൊന്ന് പ്രസംഗിക്കുന്നു, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കുന്നു. അദ്ദേഹം രാവിലെ ഉറക്കമുണർന്ന് ഇങ്ങോട്ട് വന്നിട്ട് പ്രസംഗിക്കുന്നതല്ല, നീണ്ട മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാനത് കാണുന്ന ആളാണ്. ഇരുന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ഒരുങ്ങിയിട്ടാണ് അതൊക്കെ കിട്ടുന്നത്. ആർക്കെങ്കിലും എന്നെങ്കിലും പ്രാർത്ഥനയിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ വളരാൻ താല്പര്യം കാണിച്ചാൽ അതിൻ്റെ മറ്റേ പാർട്ട്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പെനൻസിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ആ ഭാഗം വിട്ടിട്ട് പ്രാർത്ഥനയിൽ വളരാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ കാണുന്നത് മരത്തെയാണ്. മരത്തിൻ്റെ ചില്ല, മരത്തിൻ്റെ ശിഖരം, മരത്തിൻ്റെ പൂക്കൾ, കായ്കൾ, ഫലങ്ങൾ ഒക്കെ ശരിയാണ്. അങ്ങനെ ഒരു മരം മുകളിലോട്ട് വളരണമെങ്കിൽ ഈ മരത്തിന് വളരെ ആഴമായ ഒരു വേരുണ്ടായിരിക്കണം. മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, മണ്ണിൽ നിന്നും വളം വലിച്ചെടുത്ത് അല്ലെങ്കിൽ ആഹാരവും ജലവും വലിച്ചെടുത്ത് വളരുവാൻ പറ്റുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള ഒരു വേര് ഈ മണ്ണുമായിട്ടുണ്ടായിരിക്കണം. ഞാനീ പറഞ്ഞത് നമ്മളുടെ ആന്തരികതയുമായിട്ടാണ്. നമ്മൾക്ക് ആർക്കെങ്കിലും ദൈവത്തോട് ചേർന്ന് വളരണമെങ്കിൽ, സ്പിരിച്വാലിറ്റിയിൽ ഉന്നതി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാർട്ട് മറക്കാതെ പോകരുത്, മറന്നു പോകരുത്. ഈ പറഞ്ഞ ഈ ആഴമായിട്ട് ദൈവത്തിലേക്ക് മുട്ടി നിൽക്കുന്ന ആ സ്വഭാവം, ആ പ്രത്യേകത മറന്നു പോകാൻ പാടില്ല. അങ്ങനെ മറന്നിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത് നമുക്ക് പൂവോ കായോ ഫലങ്ങളോ ഉണ്ടാകാൻ കഴിയുമെന്ന്. എത്രമാത്രം ആന്തരികത ആഴപ്പെട്ടിരിക്കുന്നു അത്രമാത്രമേ പുറത്ത് പടർന്നു പന്തലിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ശുഷ്കമാണ്. ഏകദേശം കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് മാസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് നടിക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഞാനീ പറഞ്ഞത് ലീമായിലെ വിശുദ്ധ റോസിനെ കാണുമ്പോഴത്തേക്ക് പുറത്ത് ശിരോവസ്ത്രം, സിസ്റ്ററായിരുന്നു, പുറത്ത് ശിരോവസ്ത്രം, പുറത്ത് ഒരു പുഷ്പത്തിൻ്റെ ഒരു മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ശിരോവസ്ത്രത്തിനും പുഷ്പത്തിൻ്റെ മുടിക്കും അകത്ത് ഒരു മുൾമുടി അദ്ദേഹം വെച്ചിരുന്നു, ആരും കാണാതെ. അതാ പറഞ്ഞ ആത്മീയത, ആന്തരികത ആരെയും കാണിക്കാനുള്ളതല്ല. ആഴമായ ആന്തരികതയുള്ള ഒരു വ്യക്തിയും പറഞ്ഞു നടക്കില്ല, ഞാൻ ഇന്നലെ 8 മണിക്കൂർ പ്രാർത്ഥിച്ചു, 7 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഞാൻ ഇന്നലെ ഉപവസിച്ചു, ജാഗരണമായിരുന്നു, നിങ്ങളും പ്രാർത്ഥിക്കണം, അങ്ങനെയൊന്നും പറയത്തില്ല. കാണുമ്പോൾ നമുക്കറിയാം. വൃക്ഷത്തെ കാണുമ്പോൾ അറിയാമെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കാണുമ്പോൾ അറിയാം. ആ ആന്തരികതയുടെ ശോഭ ഇങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ചെറുപ്പത്തിൽ മരിച്ചു കഴിഞ്ഞ ഈ വിശുദ്ധയുടെ ശരീരത്തിൽ നിന്നും ആ ദേശമാകെ പടരുന്ന പരിമളം ഉണ്ടായത്. വളരെ ചെറിയ ജീവിതം, ഏകദേശം വെറും 31 വയസ്സ് മാത്രം. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു വിശുദ്ധനായ മാർട്ടിൻ ഡി പോറസിനേക്കാൾ മാർട്ടിൻ ഡി പോറസിന് ഒരു 6 or 7 വയസ്സിന് മൂപ്പായിരുന്നു. ഈ വിശുദ്ധേക്കാൾ ഒരു മൂത്ത സഹോദരനായിരുന്നു മാർട്ടിൻ ഡി പോറസ്. അവർ തമ്മിൽ വളരെ നല്ല ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു, ഫ്രാൻസിസും ക്ലാരയെ പോലെ. ഞാൻ ഈ പറഞ്ഞു വന്ന ഈ വിശുദ്ധരെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നതിൻ്റെ പൊരുൾ ഒന്ന് മാത്രമേ ഉള്ളൂ. ആന്തരികതയിൽ ഊന്നപ്പെട്ട ഒരു ആധ്യാത്മികത ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ വിജയം വരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആന്തരികതയിൽ ഊന്നപ്പെട്ട ഒരു ആധ്യാത്മികത ഉണ്ടായാൽ മാത്രമേ വിശുദ്ധിയിൽ വിജയം വരിക്കാൻ പറ്റത്തുള്ളൂ. പുറമേ കാണിക്കുന്നതിനപ്പുറത്തേക്ക് ആഴമായ ഒരു ദൈവസ്നേഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും വളരെ ചെറുതായിട്ട് ഈ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1856 ഏപ്രിൽ 20 ജനിച്ചു. 1617 ഓഗസ്റ്റ് 24 അദ്ദേഹം മരിച്ചു. 31 വയസ്സ്. ഈ കുട്ടി ഒരു അപ്പനും അമ്മയും കർഷകരായിരുന്നു. വീട്ടിൽ മറ്റു മക്കളുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ, അതായത് വളരെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായൊരു കുട്ടിയായിരുന്നു. മറ്റു കുട്ടികൾ കരയുന്നത് പോലെ കരയാറില്ലായിരുന്നു. ഈ വിശുദ്ധ ചെറുപ്പത്തിൽ വിശുദ്ധിക്ക് പലതരത്തിലുള്ള ബാലപീഡകൾ, അസ്വസ്ഥതകൾ. ഒരിക്കൽ ഒരു കതകിൻ്റെ ഇടയ്ക്ക്, ഒരു പെട്ടിയുടെ ഇടയ്ക്കും കണ്ട് കൈ പോയിട്ട് കൈ ഭയങ്കരമായിട്ട് ചതഞ്ഞു. പിന്നീട് അത് പഴുത്തു. നഖം ചവണ ഉപയോഗിച്ച് പറിക്കേണ്ട വന്നു. പിന്നീട് ബാലപീഡകൾ പലതും ഉണ്ടായി. ചെവി മുറിക്കേണ്ട വന്നു ചെറുതായിട്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ ശിശു കരഞ്ഞിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ ഒരു അനന്തര സാധാരണമായ വിശുദ്ധിയോടുള്ള മമത ഈ വിശുദ്ധ കാണിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, ചെറുപ്പത്തിലേ അറിയാം, മുളയിലേ അറിയാം മുളക്കരുതെന്ന് പറഞ്ഞ പോലെ ഈ വിശുദ്ധ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ വിശുദ്ധിയോടുള്ളൊക്കെ ഒരു ചാച്ചിൽ, ഒരു ബെൻഡ് സൂക്ഷിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ചെറുപ്പത്തിൽ തന്നെ നല്ല കുടുംബമായിരുന്നു. അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ കുടുംബ പ്രാർത്ഥന അവരുടെ കുടുംബത്തിൽ സജീവമായിരുന്നു.
അങ്ങനെ ഇരിക്കെ ഈ കുട്ടിക്ക് ബാക്കിയുള്ള സ്കൂള് വളരെ ദൂരെയാണ്. അപ്പം സഹോദരന്മാരെല്ലാം സ്കൂളിൽ പോവും. ഈ കുഞ്ഞു റോസയ്ക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിച്ചില്ല. ആദ്യം ഈ കുട്ടിയുടെ പേര് ഇസബൽ എന്നായിരുന്നു, റോസ എന്നല്ല പേര്. പിന്നീട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ശിശുവിന് റോസിന്റെ കളർ കിട്ടിയതുകൊണ്ട് റോസ എന്ന് വിളിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ മുഖത്ത് ഒരു റോസാപ്പൂവിന്റെ അടയാളം ചെറുപ്പത്തിൽ ദർശിച്ചത് കൊണ്ട് റോസ എന്ന് വിളിക്കപ്പെടുന്നു. എന്തായാലും ഇസബലിന്റെ പേര് എല്ലാവരും കുഞ്ഞു റോസ് എന്നാണ് വിളിച്ചിരുന്നത്, കുഞ്ഞു റോസ്. അപ്പൊ സഹോദരന്മാരെല്ലാവരും ദൂരെ പോയി സ്കൂളിൽ പഠിക്കും. ഈ കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് ദൂരെ വിടാനായിട്ടുള്ള ബുദ്ധിമുട്ട് വീട്ടുകാർക്ക്. അതുകൊണ്ട് കുട്ടി കുഞ്ഞു കുട്ടിയായിരുന്നു, വീട്ടിൽ തന്നെ നിർത്തി. പക്ഷെ കുട്ടിക്ക് പഠിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. സിയന്നയിലെ വിശുദ്ധ കാതറിനോട് ഭയങ്കര അനിതര സാധാരണമായ ഭക്തിയും മമതയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ വിശുദ്ധ ജനിച്ചത് സിയന്നയിലെ വിശുദ്ധ കാതറിന്റെ അതേ ജന്മദിനത്തിലാണ്. അപ്പോൾ എല്ലാ ദിവസവും അമ്മയോട് പറയും, അമ്മ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് അമ്മയുടെ പുറകെ നടക്കും. അമ്മയാണെങ്കിൽ വീട്ടിലെ തിരക്കുകൾ, 100 കൂട്ടം തിരക്കുകൾ, അതുകൊണ്ട് പഠിപ്പിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ആയയോട് പറഞ്ഞു ഈ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട്. അപ്പം ആയ കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിനകത്ത് ഒരു ചെറിയ രൂപക്കൂടുണ്ട്, അതിൽ ഉണ്ണീശോയുടെ ഒരു രൂപമുണ്ട്. അപ്പോൾ ഉണ്ണീശോയോട് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കും. എൻ്റെ ഉണ്ണീശോയെ, അങ്ങേ സ്നേഹിക്കാനും അറിയാനും എന്നെ പഠിപ്പിക്കണമേ, ഒപ്പം തന്നെ എഴുതാനും വായിക്കാനും എന്നെ പഠിപ്പിക്കണം. ഇതായിരുന്നു പ്രാർത്ഥന. ഉണ്ണീശോയെ, അങ്ങേ സ്നേഹിക്കാനും അറിയാനും എന്നെ പഠിപ്പിക്കണേ, ഒപ്പം എഴുതാനും വായിക്കാനും എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ ഉണ്ണീശോയോട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഈ കുട്ടി ചേട്ടനോട് കളിക്കാൻ നോക്കിയിട്ട് ചേട്ടനെ കാണുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു, ഈ സിയന്നയിലെ വിശുദ്ധ കാതറിൻ്റെ പുസ്തകമൊക്കെ മറിച്ച് നോക്കി അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കോമളനായ ഒരു ബാലൻ ഈ കുട്ടിയോട് കളിക്കാനായിട്ട് വന്നു. കോമളനായ ബാലൻ. അപ്പം വളരെ സന്തോഷമായി, ചേട്ടൻ ഇല്ലെങ്കിൽ എന്താ, ഒരാൾ കിട്ടിയല്ലോ. അത് പറഞ്ഞുകൊണ്ട് ഇവരെന്നോട് പുറത്തു പോയി കളിക്കാനായിട്ട് ആരംഭിച്ചു. ഇവർ കളിക്കുന്ന കളിയിൽ എല്ലായ്പ്പോഴും ഈ കുഞ്ഞു റോസ് ജയിക്കുകയും ഈ ബാലൻ തോൽക്കുകയും ചെയ്തു. ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് ഈ ബാലൻ ചോദിച്ചു, എന്താണ് പേര്? അപ്പം അവൾ പറഞ്ഞ്, എൻ്റെ പേര് ഈശോയുടെ റോസ് എന്നാണ്. എൻ്റെ പേര് ഈശോയുടെ റോസ്. അങ്ങയുടെ പേരെന്താണ്? അന്നേരം ഈ കുട്ടി പറഞ്ഞ്, എൻ്റെ പേര് റോസായുടെ ഈശോ. സത്യത്തിൽ അപ്പോൾ ചോദിച്ച്, ഈ അവിടെ എൻ്റെ വീട്ടിലിരിക്കുന്ന ചെറിയ രൂപക്കൂട്ടിലിരിക്കുന്ന യേശു ഉണ്ണീശോ ആണ് അങ്ങ്? അതേന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ കുറേ നാളായിട്ട് അങ്ങേ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഈ കുഞ്ഞിന് അറിയില്ലല്ലോ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. അപ്പോൾ യേശു പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാം. അപ്പം വിശുദ്ധ കാതറിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് തുറന്നു വെച്ച് വായിക്കാൻ ആരംഭിച്ചു. അനിതര സാധാരണമായ ഒരു ജ്ഞാനത്തിൻ്റെ അരൂപി ഈ കുട്ടിയിലേക്ക് വന്നിറങ്ങി. ഈ കുട്ടി വായിക്കാൻ ആരംഭിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ഈശോയോട് ചോദിച്ചു, ഈശോ, ഞാൻ എന്താ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ പറഞ്ഞു, വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി പുഞ്ചിരിക്കണം, വല്ലപ്പോഴൊക്കെ എന്നെ നോക്കി മന്ദഹസിക്കണം. ഈ പുഞ്ചിരിക്കുക, മന്ദഹസിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന, കണ്ടുമുട്ടുന്ന, നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രതിബന്ധങ്ങളാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതാണ്, നമ്മളെ വിഷമിപ്പിക്കുന്നതാണ്, നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും, ഓരോ നിമിഷവും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ നന്നായിട്ട് കുടുംബസ്ഥരായ നിങ്ങൾക്കത് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈശോയെ നോക്കി പുഞ്ചിരിക്കുക, ഈശോയെ ഓർക്കുക എന്നൊന്നും പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടാണ്, വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കും, നമ്മൾ റെക്കമെൻഡ് ചെയ്യും, നമ്മൾ പൈസ കൊടുക്കാൻ നോക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഈശോ പറഞ്ഞത് എന്നെ നോക്കി മന്ദഹസിക്കണം, എന്നെ നോക്കി പുഞ്ചിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും, ഏത് അവസരത്തിലും സാധിക്കുന്ന, അല്ലെങ്കിൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ റോസിൻ്റെ ജീവിതത്തിൽ ഉടനീളം റോസ് അത് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സംഭവിച്ചു പോയി. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ, ഞാൻ വായിക്കാൻ പഠിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ പഠിച്ചു പെട്ടെന്ന്? അവർ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. അപ്പം പുസ്തകം വായിച്ച് കേൾപ്പിച്ചു. എല്ലാവർക്കും അത്ഭുതമായി. സ്കൂളിൽ പോകാത്തൊരു കുട്ടി, അക്ഷരം അറിയാത്തൊരു കുട്ടി പെട്ടെന്ന് വായിക്കാനായിട്ട് സാധിക്കുന്നു. അതെങ്ങനെ സാധിക്കും? അപ്പോഴത്തേക്ക് പറഞ്ഞു, എൻ്റെ അടുത്തൊരു ഒരു ബാലൻ വന്നായിരുന്നു, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, ഞങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരനുഗ്രഹം ആ ബാലൻ എനിക്ക് തന്നു. അവൻ പറഞ്ഞത് അവൻ്റെ പേര് റോസിൻ്റെ ഈശോ എന്നാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ മകൾ ഈശോയുടെ കൂട്ടുകാരനായി. നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ആരുടെ കൂട്ടുകാരനാണ്? ഇവിടുത്തെ മന്ത്രിയുടെയാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ അവരുടെ മക്കളുടെയാണോ, പോലീസ് ഓഫീസറിൻ്റെ ആണോ, അഡ്വക്കേറ്റിൻ്റെ ആണോ, ഡോക്ടറുടെ ആണോ, അതോ ഈശോയുടെ കൂട്ടുകാരനാണോ? ഈശോയുടെ കൂട്ടാണോ മക്കളെങ്കിൽ, ഈശോയുടെ കൂട്ടുകാരാണ് നമ്മുടെ മക്കളെങ്കിൽ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ഓറിയന്റേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത് വളർത്തുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും.
തിരിച്ചു വരും. നമ്മുടെ കൺവെട്ടത്തിന് ചുറ്റും, നമ്മൾ വരയ്ക്കുന്ന വലയത്തിന് ചുറ്റും അവർ വിട്ടു പോവുകയില്ല. അത് ഇറങ്ങി പുറത്തേക്ക് പോകാൻ അവർക്ക് സാധിക്കുകയില്ല. അല്ലെങ്കിൽ അവർ അവരുടേതായ ലോകങ്ങളുണ്ടാക്കി അവർ തിരിച്ചു പോകും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അവരെപ്പറ്റി സങ്കടപ്പെടും. അവർ തിരിച്ചു വരികയില്ല. ചിലപ്പോൾ തിരിച്ചു വന്നാലും അവരുടെ ഭാഷയും നമ്മുടെ ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളെ ഈശോയുടെ കൂട്ടുകാരാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ 2 വയസ്സ് 3 വയസ്സുള്ളപ്പോൾ തന്നെ ഈശോയോട് പരിചയപ്പെടുത്തണം. ഇപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 8, 9, 10, 15, 17 വയസ്സാകുമ്പം ഈശോയെ പരിചയപ്പെടുത്താൻ സാധിക്കുമെന്ന്? ഇപ്പോൾ നിങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന പ്രായത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഈശോയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ, ഇപ്പോഴങ്ങനെ ഒരു ഓറിയന്റേഷൻ കൊച്ചിന് തന്നെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മുതിരുമ്പോൾ കൊടുക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ സാധിച്ചേക്കാം, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ചെയ്യേണ്ട കാര്യം നമ്മുടെ കൊച്ചുങ്ങൾ, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈശോയോടുള്ള ആഭിമുഖ്യം, അഭിനിവേശം, താല്പര്യം അവരുടെ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. കാരണം ബാക്കി കർത്താവ് നോക്കിക്കോളും. നമ്മുടെ ജോലി കുറഞ്ഞു. ബാക്കി കർത്താവാണ് ശ്രമിക്കുന്നത്, കർത്താവാണ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അവരുടെ നെറ്റിയിൽ കുരിശ് വരച്ചങ്ങ് വിട്ടാൽ മതി. അവരെവിടെ പോയാലും തിരിച്ചവരവിടെ തന്നെ എത്തും. ബൂമറാങ് പോലെ അവർ തിരിച്ചു വരും. അല്ലെങ്കിൽ നമ്മൾ ബാക്കി എന്തൊക്കെ കൊടുത്തവരെ വളർത്തിയാലും അവർ നമ്മുടെ വലയം ഭേദിച്ച് പുറത്തേക്ക് പോകും. പിന്നീട് ഒരിക്കലും ആ വലയത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഒരുപക്ഷെ സാധിച്ചാലും അത് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അംഗഭംഗം സംഭവിച്ച രീതിയിലായിരിക്കും ഈ മക്കൾ തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് ഈശോയുടെ കൂട്ടെന്ന് വെച്ചാൽ ഈശോയെ പോലെ എന്നുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. എൻ്റെ മകള് ഈശോയുടെ സുഹൃത്തായി വന്നു. ആ കാര്യത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞു. ആ സംഭവത്തിന് ശേഷം ഈശോയോടുള്ള താല്പര്യത്തെപ്പറ്റി നാട്ടുകാരെല്ലാം അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. അപ്പോൾ ഈശോയ്ക്ക്, ഈ കുഞ്ഞു റോസിന് അങ്ങനെ ഒരു ദിവ്യമായൊരു പരിവേഷം കിട്ടി. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം സഹോദരനും ഒരു ചേട്ടനുണ്ട്, മൂത്ത ചേട്ടൻ, ഫെർഡിനൻഡ് എന്നാണ് ഈ സഹോദരൻ്റെ പേര്. ഈ ചേട്ടനും ഈ റോസും ഭയങ്കര കൂട്ടാണ്. ആരും വിട്ടുമുറിയാൻ പറ്റാത്തൊരു കൂട്ടാണ് ഈ സഹോദരനുമായിട്ട്. അങ്ങനെ ഇരിക്കെ പള്ളിയിൽ പോയി കുർബാനയെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ സഹോദരൻ അച്ഛൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് പ്രസംഗിക്കുകയാണ്. കുഞ്ഞു റോസ് പ്രസംഗമെല്ലാം കേട്ടെടുത്തിരിപ്പുണ്ട്. അപ്പോൾ സഹോദരൻ പറഞ്ഞു, അഹങ്കാരമാണ്, നിഗളമാണ് എല്ലാ പുണ്യങ്ങൾക്കും എതിര്. അഹങ്കാരം നമ്മളെ ആധ്യാത്മികമായി വളരുന്നതിൽ നിന്നും തടയുന്നു. നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇങ്ങനെ അവരുടെ സൗന്ദര്യം മിനുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ്. അങ്ങനെയുള്ള നമ്മുടെ സൗന്ദര്യത്തിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നോക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. അപ്പം നമുക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഹോദരനൊരു നീണ്ട പ്രസംഗം കൊടുത്തു. നീണ്ട പ്രസംഗം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് മുടിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ കുഞ്ഞു റോസിന് അത് വല്ലാതെ വിഷമമായി. കാരണം നല്ല അഴകുള്ള ഇടതൂർന്ന മുടിയുള്ള ഒരു കുഞ്ഞായിരുന്നു ഈ കുഞ്ഞു റോസ്. അപ്പം മുടിയെപ്പറ്റി പറഞ്ഞു. മുടി എന്താണ്, പിന്നെ മണ്ണാണ്, നമ്മുടെ ശരീരം മണ്ണാണ്, ഇത് മണ്ണിലേക്ക് പോകുന്നതാണ്, നമ്മൾ അത്രമാത്രം കെയർ ഒന്നും ശരീരത്തിന് കൊടുക്കണ്ട, നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്, നമ്മുടെ ആധ്യാത്മികതയാണ് പ്രധാനപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു ഈ ചേട്ടൻ നീണ്ട പ്രസംഗം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപിടി മണ്ണെടുത്തിട്ട് അവളുടെ തലയിലേക്ക് ഇട്ടു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞു. സത്യം പറയുക ദേഷ്യം വന്നു. അത് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഓടി അകത്തേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചിന്തിച്ചു, ശരിയാണല്ലോ, ഞാൻ എന്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്? എൻ്റെ മുടിക്കാണോ അതോ യേശുവിനാണോ? എൻ്റെ യേശു ആയിരുന്നെങ്കിൽ അതങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. മുറിയിൽ ചെന്നപ്പോൾ യേശുവിൻ്റെ ചെറിയ രൂപം അവിടെ ഇരിപ്പുണ്ട്. അതിനു മുമ്പിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. നമുക്കും ചിന്തിക്കാം. അതായത് പലപ്പോഴും നമ്മൾ വളരെയധികം സമയം കണ്ണാടിയുടെ മുമ്പിൽ ചിലവഴിക്കുന്നുണ്ട് നമ്മുടെ ശാരീരിക സൗന്ദര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരാളുടെ തലയിൽ നിറച്ച് മുടിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബ്രദേഴ്സിൻ്റെ എല്ലാവരുടെയും തലയിൽ നിറച്ച് മുടിയുണ്ട്. എൻ്റെ തലയിൽ അത്രയൊന്നും മുടിയില്ല. എൻ്റെ തലയിലെ മുടി പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ തലയിലെ മുടി വന്നത് നിങ്ങളൊന്നും ചെയ്തതുകൊണ്ടല്ല. ഒരാൾക്ക് 6 അടി പൊക്കം, ദാനിയേൽ ശരിപ്പോൾ 6 അടി മിച്ചം പൊക്കമുണ്ട്. ഞാനാണെങ്കിൽ അച്ഛൻ്റെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് അച്ഛൻ നോക്കുന്നത്. ഞാൻ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ചെറിയൊരാളുണ്ട്, അതിനും ചെറുതാണ് വിൽസൺ അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും പൊക്കം നമുക്ക് ദൈവം തന്ന ദാനമാണ്. ഞാൻ ഇനി എത്ര കമ്പിയിൽ തൂങ്ങിയാലും പൊക്കം വയ്ക്കില്ല. അല്ലെങ്കിൽ ഒരു കളറുണ്ട്, ശരീരത്തിൻ്റെ കളർ, വെളുത്ത കളറ് അല്ലെങ്കിൽ കറുത്ത കളറ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമുക്കിതുണ്ടായത്? അഴകുള്ള കണ്ണ്, അഴകുള്ള ചുണ്ട്, അല്ലെങ്കിൽ ഇടതൂർന്ന മുടി, പൊക്കം, വണ്ണം, സൗന്ദര്യം, ഇതൊക്കെ നമ്മൾ ഒന്നും കൊടുത്തു നേടിയതല്ല. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പാടുമെങ്കിൽ, ഞാൻ പാടത്തില്ല കേട്ടോ, അപ്പം ഞാൻ നന്നായിട്ട് പാടുമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് വരയ്ക്കുമെങ്കിൽ അതൊക്കെ ഇൻബോൺ ടാലൻസ് ആണ്. അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്താ പേ ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ അഹങ്കാരത്തോട് പറയാറുണ്ട്, ഞാൻ വിചാരിച്ചാൽ ഇത് നടക്കും, ഞാനത് ചെയ്യും, എനിക്കങ്ങനെ ചെയ്യാൻ കഴിവുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്ക് കഴിവില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ മാക്സിമം ചെയ്യാവുന്ന കാര്യം, സ്ത്രീകൾക്കാണെങ്കിൽ മുടി വേണമെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്യാം, അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഐബ്രോ ഒക്കെ നമുക്ക് പറിച്ചെടുക്കാം, കുറച്ച് കൂടുതൽ പൗഡർ ഇടാം.
ആണുങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം, മുടി വളർത്താം. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബോ ഒക്കെ വെക്കാം, വലിയ വ്യത്യാസമൊന്നുമില്ല, ബോ ഒക്കെ വെക്കാം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇടാം. അത്രയൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ പൊക്കവും വണ്ണവും സൗന്ദര്യവും നമ്മുടെ കുലീനതവും ഒക്കെ നമ്മൾക്ക് ഇൻബോണായിട്ട് കിട്ടുന്നതാണ്. നമ്മളതിൽ അഹങ്കരിക്കാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല, നമുക്കതിനുള്ള റൈറ്റ് ഇല്ല. കാരണം അത് കിട്ടപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഫാമിലിയിൽ ജനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും നല്ല മിടുക്കരായിരുന്നു, അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മളൊന്നും നേടിയതല്ല. വേണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ നമുക്ക് പൊങ്ങച്ചം പറയാം, പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് അവളോർത്ത് ശരിയാണല്ലോ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണല്ലോ, ഈ മുടിയും ഈ അഴകും ഈ സൗന്ദര്യവും ഒക്കെ ദൈവത്തിൻ്റെ ദാനമാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു, കുഞ്ഞു റോസിനങ്ങ് വിഷമമായി. അപ്പം ഈ ചേട്ടനോട് ദേഷ്യപ്പെട്ടതിനെ ഓർത്ത്, ഈ മുടിക്ക് വേണ്ടി കുറേ സമയം കളയുന്നതിനെ ഓർത്ത് ഈ കുഞ്ഞു റോസ് ഭയങ്കരമായ സങ്കടമായി. ഈശോയുടെ മുമ്പിൽ പോയി എങ്ങനെ ഇരുന്നു, ഇനി എന്താ ചെയ്യുക? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അമ്മയുടെ കത്രിക അവിടെ ഇരിക്കുന്നു. ഈ കുഞ്ഞു റോസ് പതുക്കെ ആ കത്രിക എടുത്തിട്ട് ഈ മുടി മുഴുവൻ അങ്ങ് മുറിച്ചിട്ട് ഈശോയുടെ രൂപത്തിന് മുമ്പിൽ കൊണ്ടങ്ങ് വെച്ചു. കർത്താവേ, എനിക്ക് ദാനമായിട്ട് കിട്ടിയ ഈ മുടിയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ കൊണ്ട് മുടി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു റോസിൻ്റെ ഭയങ്കരമായ സന്തോഷം. ഞാനിത് പറയാൻ കാരണം, നമുക്ക് ദാനമായിട്ട് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ കർത്താവിനോട് ദാനമല്ലാത്ത എന്തുണ്ട്? നമുക്ക് തുളസിരി വയ്ക്കുന്നവർ ദാനമല്ലാത്ത എന്താണുള്ളത്? എല്ലാം ദാനമാണ്. ഇപ്പം കാഴ്ചയുണ്ടോ? നല്ല കാഴ്ചയുണ്ടോ? ഒന്ന് ഉറക്ക തുമ്മിയാൽ പൊട്ടാത്ത ഞരമ്പുകളൊന്നും നമ്മുടെ ശരീരത്തിലില്ല. ഒന്ന് ഉറക്ക തുമ്മിയാൽ പൊട്ടാത്ത ഞരമ്പുകളൊന്നും നമ്മുടെ ശരീരത്തിലില്ല. വെറുതെ പോകുമ്പോൾ ഒന്ന് ഇടിച്ചു വീണാൽ മതി, ഒന്ന് മുക്കുകുത്തി വീണാൽ മതി, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്ന് പുറകിടിച്ചു വീണാൽ മതി. ഗാർഡനിൽ വെള്ളം ഒഴിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത്, ഒന്നും സംഭവിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ്റെ വലയത്തിനകത്ത് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. അതൊന്നും നമ്മുടെ മെറിറ്റല്ല. ആഴമായ ഒരു ആധ്യാത്മികത ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളെ വ്യക്തമായിട്ട് നോക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊന്നും നമ്മുടെ മെറിറ്റല്ല, തമ്പുരാന്റെ ദാനമാണ്. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്തു, എൻ്റെതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അറിവില്ലാത്തത് കൊണ്ടാണ്. കുറച്ചും കൂടെ വളരുമ്പോൾ, എങ്ങനെ ശരീരത്തിലും പൊക്കത്തിലുമല്ല, മറിച്ച് ആധ്യാത്മികതയിൽ ഒരു പടി കൂടി വളരുമ്പോൾ, കുറച്ചും കൂടി വെട്ടം കിട്ടുമ്പോൾ, കുറച്ചും കൂടെ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ആ ചിന്ത മാറും. നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ദാനങ്ങളും ഫലങ്ങളും 100 ഇരട്ടിയായിട്ട് കർത്താവ് നമ്മളിലേക്ക് തിരിച്ചെത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ മുടിയോ നമ്മുടെ സൗന്ദര്യം ഒന്നുമില്ല. അപ്പം കുഞ്ഞു റോസ് കൊണ്ട് തിരിച്ച് കർത്താവിനെ സമർപ്പിച്ചു. അപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കരമായ സന്തോഷം. പക്ഷേ സന്തോഷം മറ്റൊരാളുടെ സന്തോഷം കളഞ്ഞു. ആരുടെയാ? ചേട്ടൻ തിരിച്ച് മുറിയിലേക്ക് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ സഹോദരി മുടിയെല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ വരുന്നു. ഈ ചേട്ടന് ഭയങ്കര സന്തോഷമായി. അല്പം സ്വല്പമൊക്കെ സഹോദരിയെ പറ്റി കുറ്റം പറഞ്ഞാലും ഇവളിങ്ങനെ മിടുക്കിയായിട്ടിരിക്കുന്ന ഈ ഫെഡിൻ്റെ ചേട്ടൻ, ഈ മൂത്ത ചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ മുടിയൊക്കെ മുറിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ മോളെ പറഞ്ഞ് ചേട്ടൻ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ല, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല ഞാനിത് ചെയ്തത്, മറിച്ച് എനിക്കുണ്ടായിരുന്ന എൻ്റെ സൗന്ദര്യത്തെ, എൻ്റെ സന്തോഷത്തെ, എൻ്റെ ഒരുപക്ഷെ അഹങ്കാരത്തെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ ദാനം 100 ഇരട്ടിയായിട്ട് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി കർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി, എന്തായാലും ഉണ്ണീശോയുടെ ഫ്രണ്ട്ഷിപ്പായല്ലോ, ഇനി ഉണ്ണീശോയെ സ്വീകരിക്കണം. അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ദിവ്യകാരുണ്യ സ്വീകരണം. അപ്പോൾ വെയിറ്റ് ചെയ്യണം, ആകാംക്ഷയോട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആഘോഷമായിട്ട് ഈ മകളെ കൊണ്ടുപോയി ദിവ്യകാരുണ്യ ഈശോയുടെ സ്വീകരണത്തിനായിട്ട് കൊണ്ടുപോയി. എല്ലാവരും, ആ ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരും അവളുടെ നോട്ടത്തിൽ, അവളുടെ കാഴ്ചയിൽ, അവരുടെ പ്രവൃത്തിയിൽ വിസ്മയിച്ചു. കാരണം അത്രമാത്രം റോയലായി, എലഗൻ്റായിട്ട്, വളരെ വലിയൊരു കാര്യം ചെയ്യുന്നത് പോലെയാണ് അവൾ ദൈവത്തെ സ്വീകരിക്കുന്നത്. അവളുടെ ബോഡി ലാംഗ്വേജിൽ, അവളുടെ പെരുമാറ്റത്തിൽ, അവളുടെ നടപ്പിൽ, അവളുടെ സംസാരത്തിൽ കൊണ്ടായ മാറ്റം ദിവ്യകാരുണ്യ ഈശോ സ്വീകരിക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ആ ആലയത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ കുട്ടി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എത്രമാത്രം സന്തോഷത്തോടെയാണ് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നതെന്ന് ഓർത്ത് അവർ അത്ഭുതപ്പെട്ടു. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോ അവളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവളുടെ ജീവിതം ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. ഓൾറെഡി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പക്ഷേ ഈശോയെ സ്വീകരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മാറി. ഈശോയെ സ്വീകരിക്കുമ്പോൾ ജീവിതം മാറണം, അല്ലെങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ട്. നമ്മൾ എന്തു ഭക്ഷിക്കുന്നു നമ്മളതായി തീരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്കൊരു പനി വന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു പാരസെറ്റമോളോ ഡോളോ കഴിക്കുന്നു, പനി മാറുന്നു. അല്ലെങ്കിൽ ഇച്ചിരി പൊട്ടാസ്യം സയനൈഡ് എടുത്ത് കഴിക്കുന്നു, നമ്മൾ മരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിൽ നമ്മളിൽ ഇഫക്റ്റ് ഇല്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മളെന്ത് കഴിച്ചാലും ചെറിയ ഗുളിക കൊണ്ട് നമ്മുടെ അസുഖം മാറില്ലേ, അല്ലെങ്കിൽ ചെറിയ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ അസുഖം മാറില്ലേ. അപ്പം നമ്മൾ കഴിക്കുന്ന വസ്തുക്കൾ എന്താണെങ്കിലും, അത് മെഡിസിൻ ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും മറ്റെന്താണെങ്കിലും, അതിനെല്ലാം നമ്മുടെ ശരീരത്തിൽ, ഈ പച്ചയായ ശരീരത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നാവ് നീട്ടി നമ്മൾ പരിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരം സ്വീകരിക്കുമ്പോഴത്തേക്ക് ആ ശരീരം നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്തോ സാരമായ തകരാറ് നമ്മളിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. നമുക്ക് ചിന്തിക്കാം, കർത്താവായ യേശുവേ, നിന്റെ ശരീരം എല്ലാ ദിവസവും സ്വീകരിക്കുമ്പോൾ നിന്നെ തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്നത്.
ഈശോ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ നോട്ടത്തിലും കാഴ്ചയിലും പെരുമാറ്റത്തിലും നമ്മുടെ സാമീപ്യത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അടിമുടി വ്യത്യാസം ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കണം. എന്താണ് നമുക്ക് പ്രശ്നമെന്ന്. അതിനുശേഷം ഈ കുട്ടിയുടെ ജീവിതം ടോട്ടലി മാറി, മൊത്തത്തിൽ മാറി. അന്ന് മുതൽ അവൾക്ക് പാവങ്ങളോട് ഭയങ്കരമായ അനുകമ്പ, ദയ, സ്നേഹം. അന്നത്തെ കാലത്ത് റെഡ് ഇന്ത്യൻസ് ഒത്തിരി ഉണ്ട്. അവരെ ഭയങ്കരമായിട്ട് വെള്ളക്കാർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അവരെ ഭയങ്കരമായിട്ട് അധികൃതരായിട്ട് ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നീക്രോസിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഈ കുട്ടി അന്ന് തൊട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അവരെ വീട്ടിലേക്ക് എടുക്കാൻ തുടങ്ങി, സ്വീകരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഒക്കെ സൗജന്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഉണ്ണീശോയുടെ പ്രതിമയുണ്ടല്ലോ, ആ ഉണ്ണീശോയായിട്ട് വന്നിട്ട് ഈ കുട്ടി തലയിൽ കഴിച്ചു പ്രാർത്ഥിക്കും. ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേട്ട് ആളുകളുടെ സൗഖ്യം മാറി. അങ്ങനെ അവൾ ആ ദേശത്ത് പ്രസിദ്ധയായി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾക്കൊരു ഒരു ഒരു ആധ്യാത്മിക പിതാവുണ്ടായിരുന്നു, ആത്മീയ പിതാവ്, ഫാദർ അലൻസോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് നമുക്കും ചിന്തിക്കാം, അങ്ങനെ ഒരു ആധ്യാത്മിക നിയന്താവ്, അതായത് ദൈവത്തിലേക്ക് നമ്മളെ ഡയറക്ഷൻ തരാൻ പറ്റിയ ഒരു വ്യക്തി നമുക്കുണ്ടോ ഇല്ലയോ എന്ന്. ഞാനത് പറയാൻ കാരണം, സ്വയമായിട്ട് നമ്മൾ ചെയ്യണം. ഈ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ കാണുന്നത്, നമ്മൾ ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വചനം കേൾക്കുന്നു, പക്ഷെ നമ്മൾ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇപ്പോൾ ചെയ്യുന്ന ആധ്യാത്മിക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗം കേൾക്കുക എന്നുള്ളതാണ് പലപ്പോഴും. അല്ലാതെ സ്വന്തമായിട്ട് ബൈബിൾ വായിക്കാനാട്ടോ, ഈ ഗ്രഹിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാട്ടോ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ ആധ്യാത്മികതയുടെ തോത് നമ്മൾ ഇപ്പോൾ അളക്കുന്നത് നമ്മൾ എത്രമാത്രം കസേരയിൽ കിടന്നുകൊണ്ട്, കട്ടിലിൽ കിടന്നുകൊണ്ട് പ്രസംഗം കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയല്ല, ആ പ്രസംഗം കേട്ട വചനം നമ്മുടെ ഉള്ളിൽ സ്വാംശീകരിക്കുകയും ആ ജീവിതത്തെ നമ്മൾ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുകയും വേണം. അങ്ങനെയാണ് നമ്മുടെ ആധ്യാത്മികത വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. സഹോദരനോട്, സഹോദരിയോട്, ആയിരിക്കുന്ന അവസ്ഥയോട്, ജോലിസ്ഥലത്തോട്, കുടുംബത്തോട് ഒക്കെ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയും മറിച്ച് ഈ സാധനം പറയുകയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പറയുന്നതും ഈ കേൾക്കുന്നതും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേട് ജീവിതത്തിലുടനീളം എടുത്തു നിൽക്കുകയും ചെയ്യും. ആളുകൾക്കത് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് കേൾക്കുന്ന വചനങ്ങൾ സ്വാംശീകരിക്കുക, അത് പുറത്തേക്ക് പറയാനായിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക. അതാണ് ഈ കുഞ്ഞ് റോസ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെറുപ്പക്കാരിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായിട്ട് ഈ കുട്ടി മാറി. ചെറുപ്പക്കാരിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് സുന്ദരിയായി, പിന്നെ വളരെ കുലീനമായ സ്വഭാവ പ്രത്യേകതകൾ, ഒത്തിരിയേറെ വിവാഹാലോചനകൾ ഇവളിലേക്ക് വന്നു, ഒത്തിരിയേറെ വിവാഹാലോചനകൾ. പക്ഷേ ഇവളങ്ങനെ കാര്യമായിട്ട് അതിനൊന്നും ചെവി കൊടുത്തില്ല. ഒറ്റയൊരാഗ്രഹമുള്ളൂ, എന്നും ഈശോയുടെ സ്വന്തമായിരിക്കണം. മറ്റൊന്നും അവളെ പ്രസാദിപ്പിച്ചില്ല, അല്ലെങ്കിൽ മറ്റൊന്നിലും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നും ഈശോയുടെ സ്വന്തമായിരിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനായിട്ടും ഈ കുട്ടി തയ്യാറാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക്, എന്തെങ്കിലും പട്ടണത്തിലേക്ക് തൻ്റെ സൗന്ദര്യം കൊണ്ടോ തൻ്റെ നടപ്പ് കൊണ്ടോ പ്രകൃതി കൊണ്ടോ ഒരാൾക്ക് പോലും ഉതപ്പുണ്ടാക്കാനായിട്ട് ഈ സഹോദരിക്ക് തയ്യാറല്ലായിരുന്നു. ഏതെങ്കിലും ആവശ്യത്തിന് പട്ടണത്തിലേക്ക് പോകാനായിട്ട് ഇവൾ തയ്യാറായാൽ തലേ ദിവസം വൈകുന്നേരം തന്നെ കുരുമുളകൊക്കെ പുരട്ടി മുഖം ആകെ വികൃതമാക്കും. കാരണം എന്നെ നോക്കി ഇങ്ങനെ എന്താ പറഞ്ഞത്, അത്ഭുതപ്പെടരുത്, അല്ലെങ്കിൽ എന്നോട് താല്പര്യം തോന്നരുത്. നമുക്കുണ്ടായിരുന്നൊരു വിശുദ്ധ ഈ നാട്ടിൽ, കേരളത്തിൻ്റെ മണ്ണിൽ അധികം ദൂരെയില്ലാതെ 100-150 കിലോമീറ്ററിനകത്ത് ജീവിച്ച് മരിച്ചൊരു വിശുദ്ധ. ആരാണത്? കറക്റ്റ്, അൽഫോൺസാമയാണ്. ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും അവളെപ്പറ്റി, സൗന്ദര്യത്തെപ്പറ്റി വളരെയധികം പ്രശംസിക്കുന്നത് കണ്ടപ്പോഴത് ഈ വിശുദ്ധ പോയിട്ട് ഉമിത്തിയിൽ ചാടി തൻ്റെ കാലിനെ പൊള്ളലേൽപ്പിച്ചു. അതുപോലെ തന്നെയായിരുന്നു വിശുദ്ധ റോസ. ആരും എൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിക്കരുത്, അല്ലെങ്കിൽ ആരും എനിക്കങ്ങനെ എക്സിബിഷൻസ് ഒന്നും വേണ്ട, ആരും എന്നെ നോക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മുഖമൊക്കെ വികൃതമാക്കി. അതുമാത്രമല്ല, അവൾക്കൊരു ഗാർഡൻ ഉണ്ട്, നന്നായിട്ട് കായികാധ്വാനം ചെയ്യും. കുടുംബത്തിൽ പലപ്പോഴും സാമ്പത്തിക ക്ലാസ് ഉണ്ടായപ്പോൾ ഇവൾ തന്നെ ജോലി ചെയ്ത് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ലേസ് കെട്ടുക, അല്ലെങ്കിൽ കൊന്ത ഉണ്ടാക്കുക, ഗാർഡനിങ്, അതൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരി പുറത്തിരുന്ന് പണിയെടുക്കും വെയിലത്ത്. സ്ത്രീകൾ പൊതുവെ ഈ പുറത്ത് കായികാധ്വാനം ചെയ്യാൻ മടിയാണ്, കാരണം കൈകളുടെ മൃദുലത പോവോ, വെയിൽ കൊണ്ട് കറുത്തു പോവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്തെ ജോലികൾ ചെയ്തു, സൗന്ദര്യം കുറയട്ടെ എന്ന് തന്നെ ഓർത്തിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക വരദാനം, ഒരു സൗന്ദര്യവും കുറഞ്ഞില്ല, ഒരു കളറും പോയില്ല, കൂടുതൽ ആന്തരിക ശോഭ ഉണ്ടായി. ഈ ആന്തരിക ശോഭ നമുക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വളരെ കൃത്യമായിട്ട് അത് മുഖത്ത് പ്രതിഫലിക്കും. ഒന്നും പറയണ്ട, കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ പറയത്തില്ല, കണ്ട ഒരു അഭിഷേകമൊക്കെ ഉണ്ടല്ലോ, കണ്ട ഒരു ഗ്രേസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയും.
അപ്പോൾ ഈ ആന്തരിക ശോഭ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവത്തിൻ്റെ കൂടാരം നമ്മുടെ ശരീരവും മനസ്സും ആയി കഴിയുമ്പോഴത്തേക്ക് വളരെ കൃത്യമായിട്ട് ഒരാളോടും ഒന്നും പറയാതെ ആളുകൾക്ക് മനസ്സിലാകും ഈ വ്യക്തിയിൽ നമ്മുടെ സീനിയയിലെ വിശുദ്ധ ഖാദറിൻ്റെ ജന്മദിനത്തിൽ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ആ തെക്കേ അമേരിക്കയിൽ, ആ പെറുവിൽ, ആ ലീമ, ആ സ്ഥലത്തൊന്നും ഡൊമിനിക്കൻ സന്യാസിനികളുടെ മഠമില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? മഠത്തിൽ ചേരണമെന്ന ആഗ്രഹം, മഠമില്ല. അപ്പം ആധ്യാത്മിക പിതാവുമായിട്ട് അലൻസോയ ഫാദറുമായിട്ട് ആലോചിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, സാരമില്ല, നീ ഒരു കാര്യം ചെയ്യും, അഗസ്റ്റീനിയൻ മഠത്തിൽ ചേരാൻ പറഞ്ഞു. അഗസ്റ്റീനിയൻ മഠത്തിൽ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അഗസ്റ്റീനിയൻ മഠത്തിൽ ചേരാനായിട്ട് പോവുകയാണ്. അങ്ങനെ സഹോദരൻ ഫെർഡിനൻഡും ഈ ലീമയിലെ റോസും കൂടെ മഠത്തിൽ ചേരാനായിട്ടുള്ള പോക്കാണ്. പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഡൊമിനിക്കൻ പള്ളി കണ്ടു. അപ്പോൾ രണ്ടുപേരും കൂടെ നമുക്ക് ഒരുത്തുന്ന പള്ളി പോയി പ്രാർത്ഥിക്കാം. കുറച്ച് നേരം അവർ രണ്ടുപേരും പള്ളിയിൽ കയറിയെന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ്, ചേട്ടൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് കഴിഞ്ഞ്, കുറച്ചൊക്കെ പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ചേട്ടൻ പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി. അതിനുശേഷം ഈ സഹോദരി കുറേ നേരം അവളുടെ ഹൃദയവിചാരങ്ങൾ, വികാരങ്ങൾ, അവളുടെ ഇഷ്ടങ്ങൾ, കാരണം അവൾക്ക് ഒരാളെ ഇഷ്ടമുള്ള ലോകത്ത് ഏറ്റവും അധികം, അത് അവളുടെ ഹൃദയത്തിൻ്റെ നാഥനായ പരിശുദ്ധ ഈശോയാണ്. ഈശോയോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എഴുന്നേക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. മുട്ട അവിടെ ഉറച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ എന്താ പറ്റിയത്? മുട്ട ഉറച്ചിരിക്കുകയുള്ളതുകൊണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ലോ. കുറച്ചും കൂടെ ശക്തിയായിട്ട് പുള്ളി തന്നെ ഒന്ന് ശ്രമിച്ചു എഴുന്നേക്കാനായിട്ട്, സാധിക്കുന്നില്ല. ചേട്ടനെ വിളിച്ചു, ചേട്ടാ അനങ്ങാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കാം. ഒന്ന് പിടിച്ച് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ശക്തമായിട്ട് പിടിച്ചു. കാരണം ചേട്ടൻ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആളാണ്. പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം പട്ടാളത്തിൽ പോകുന്നുണ്ട്. അപ്പം കായികമായിട്ട് നല്ല കരുത്തുള്ള മനുഷ്യനാണ്. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി, പിടിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കുന്നില്ല. കൈ വേദനിച്ചത് മിച്ചം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോഴത്തേക്ക് റോസിന് തോന്നി, എൻ്റെ തീരുമാനത്തിൽ എന്തോ പിഴവുണ്ട്. അവൾ ദൂതന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും ഹൃദയത്തിൻ്റെയൊക്കെ സഹായം തേടി അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു സംശയം, ഇനിയിപ്പം ഞാൻ എടുത്ത തീരുമാനം തെറ്റായത് കൊണ്ടാണോ? അഗസ്റ്റീനിയൻ മഠത്തിൽ ചേരാനുള്ള താല്പര്യം തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു തീരുമാനം മാറ്റുന്നു. ഞാൻ വീട്ടിൽ പോയി ഡൊമിനിക്കൻ സഭയിലെ 3-ാം സഭയിലെ അംഗമായിട്ട് വീട്ടിൽ തന്നെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. രണ്ടും കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ട് എഴുന്നേക്കാൻ സാധിച്ചു. പ്രൈസ് ദ ലോർഡ്. അതായത് കർത്താവ് നമ്മുടെ വഴികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കർത്താവ് ശരിയായ രീതിയിൽ തിരിച്ചുവിടാൻ പറ്റുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ തീരുമാനമാണ് ശരി എന്നുള്ളത് നമുക്ക് ഉറച്ച വിശ്വാസവും ബോധ്യവും ഉള്ളത് കൊണ്ട് കർത്താവ് തരുന്ന അടയാളങ്ങളെ നമ്മൾ കാണാതെ പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ വിശുദ്ധയുടെ ഹൃദയം അത്രയ്ക്കും ലോലമായിരുന്നു, അത്രയ്ക്കും മൃദുവായിരുന്നു, കർത്താവുമായിട്ട് അത്രയ്ക്കും ഒട്ടിച്ചേർന്നിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ വിശുദ്ധ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ചേട്ടന് ഇത് ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയാം? കാരണം ഈ ചേട്ടനും ഈ സഹോദരിയും തമ്മിൽ ഭയങ്കര ഹൃദയബന്ധമായിരുന്നു. ചേട്ടനെങ്കിൽ അനിയത്തെ മഠത്തിൽ വിടുന്നതിനോർത്ത് വളരെയധികം സങ്കടപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഈ തീരുമാനം എടുക്കുന്നത്, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ച് വീട്ടിൽ വന്നു, ആത്മീയ നേതാവിനെ കണ്ടു, സംസാരിച്ചു. അവസാനം ഡൊമിനിക്കൻ സഭയിലെ 3-ാം സഭയിലെ അംഗമായിട്ട് വീട്ടിൽ തന്നെ താമസിച്ചു. അപ്പം വേഷം ഡൊമിനിക്കൻ സഭയിലേത്, തൻ്റെ ശിരോവസ്ത്രമൊക്കെ ഇട്ട് സഭയുടെ നിയമങ്ങളനുസരിച്ച് അവൾ ജീവിക്കാനായിട്ട് ആരംഭിച്ചു. വീട്ടിൽ താമസിക്കുന്നു. വീട്ടിലൊരു സന്യാസിനി. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നി കുറച്ചും കൂടെ ആധ്യാത്മികതയിൽ ഉന്നതി പ്രാപിക്കണം, തീഷ്ണത പ്രാപിക്കണം. അപ്പം സാധാരണഗതിയിൽ ആധ്യാത്മികതയിൽ ഉന്നതി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഇതിനോരോ പടികളുണ്ട്, ഓരോ ഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം. അപ്പം ഓരോ കാലഘട്ടത്തിലും അത് മുകളിലേക്ക് കയറി പോകണം. അങ്ങനെ കയറിപ്പോകണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നിപ്പോൾ ഒരു കൊന്ത ചൊല്ലുന്നുള്ളൂ, കുഴപ്പമില്ല, ആദ്യത്തെ കുറേ നാൾ അങ്ങനെ പോട്ടെ. പിന്നെന്ത് ചെയ്യണം? 2 കൊന്തയാക്കണം, 3 കൊന്തയാക്കണം, 5 കൊന്തയാക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജാഗരണം എടുക്കണം. അങ്ങനെ ആധ്യാത്മികതയിൽ ഉന്നതി പ്രാപിക്കാനായിട്ട് തപസ്സിൻ്റെ ജീവിത രീതികളെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. ഇതിൽ നിന്ന് വിട്ടുമാറി ഇങ്ങനൊരു ജീവിതം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ആധ്യാത്മികതയിൽ ഉന്നതി പ്രാപിക്കണമെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ആധ്യാത്മികതയിൽ ഉന്നതി പ്രാപിക്കണമെങ്കിൽ തപസ്സിൽ അടിയുറച്ച ഒരു ജീവിതം, തപസ് ചെയ്താലേ വരം കിട്ടത്തുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ജീവിച്ചു. കുറച്ചും കൂടെ ശക്തമായിട്ട് ആധ്യാത്മികത ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം, ഒരു ചെറിയൊരു പെട്ടി പോലെ ഒരു വീടിനെ പറ്റിയ ദർശനം. ഒരു 5 അടി പൊക്കം, ഒരു 6 അടി നീളം, ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലം, പിന്നെ കിടക്കാൻ ചെറിയൊരു മുറി. അപ്പം അങ്ങനെ ഒരു ചിന്ത. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ആധ്യാത്മിക പിതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സഹോദരനോട് പറഞ്ഞു. അപ്പോൾ സഹോദരൻ വീടിൻ്റെ ഉദ്യാനത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയ പർണശാല പോലെ ഇതാൻ കെട്ടിക്കൊടുത്തു. പകല് മുഴുവൻ അധ്വാനം, കായികാധ്വാനം, ഗാർഡനിങ്, ജോലി, ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിരുന്ന് പ്രാർത്ഥിക്കും. കുടുംബാംഗങ്ങളെല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോഴത്തേക്ക് ഈ സഹോദരി ജാഗരണ പ്രാർത്ഥന, കൈവിരിച്ചു പ്രാർത്ഥന, മുട്ടുകുത്തി പ്രാർത്ഥന, കൈവെള്ളയിൽ മുട്ടുകുത്തി പ്രാർത്ഥന, അങ്ങനെ പലതരം പ്രാർത്ഥനാ രീതികൾ. ജീവിതം പുരോഗമിച്ചു ആധ്യാത്മികതയിൽ. പലതരം മരക്കുരിശുകൾ, മുള്ളരഞ്ഞാണം,
ചമ്മട്ടി, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സഭയിൽ. അങ്ങനെയൊക്കെയാണ് വിശുദ്ധന്മാർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ ആധ്യാത്മികതയിൽ മുന്നേറുവാനായിട്ട് ശ്രമിച്ചു. ഒരു മുള്ളറിഞ്ഞാണം ഉണ്ടായിരുന്നു. ഈ മുള്ളറിഞ്ഞാണം അരയിൽ കെട്ടിയിട്ട് പൂട്ടി ആ പൂട്ട് കിണറ്റിൽ കളഞ്ഞു. എന്തിനാണെന്നറിയാമോ? ഈ വിഷമം ഉണ്ടാകുമ്പോഴത്തേക്ക്, ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുമ്പോഴത്തേക്ക് അതെടുത്ത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിരുന്നു, തന്നോട് തന്നെ, മറ്റുള്ളവരോടല്ല, സ്വന്തമായിട്ട് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ വേദന, അസ്വസ്ഥതയും. അപ്പം ഇതൊന്ന് അഴിക്കണം. അപ്പം വീട്ടുകാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കൊല്ലനെ വിളിക്കാം. പുള്ളിക്കാരി ആരെ വിളിച്ചാലും എൻ്റെ ശരീരത്തിൽ ഞാൻ തൊടാൻ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ വേദന. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും നോക്കിയപ്പോൾ ക്ലിങ് ശബ്ദം നോക്കിയപ്പം ഈ മുള്ളറിഞ്ഞാണം അഴിഞ്ഞ് താഴെ കിടക്കുന്നു. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മികതയിൽ ഉണരുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ദത്തശ്രദ്ധനാണ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തുകയാണ്. അവസാനം ഈ സഹോദരിക്ക് ഈ പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ജീവിതം കാരണം ശക്തമായ ശ്വാസകോശ രോഗം വന്നു. ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടായി, മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വർഷം മുമ്പ് പറഞ്ഞായിരുന്നു ബർത്തലോമയുടെ തിരുനാളുണ്ടെന്ന്. ബർത്തലോമയുടെ തിരുനാൾ ഓഗസ്റ്റ് 24-ാം തീയതി മരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ തിരുനാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനും തൊട്ട് മുമ്പ് ആ ലീമ രാജ്യം പുണ്യവതി ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുണ്യവതി ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ ലീമ രാജ്യം കടൽ കൊള്ളക്കാർ ആക്രമിക്കുകയാണ്. കല്ലായ തുറമുഖത്ത് കടൽ കൊള്ളക്കാർ വന്നിട്ട് ഇങ്ങനെ ആക്രമിക്കാനായിട്ട് മൊത്തവും കപ്പലുമായിട്ട് വന്നു. ആകെ അസ്വസ്ഥത. അവിടുത്തെ ആർച്ച് ബിഷപ്പും അവിടുത്തെ മേയറും ഒക്കെ പുണ്യവതിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പുണ്യവതി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പുണ്യവതിയുടെ ശക്തമായ പ്രാർത്ഥന മൂലം ഒരു അപകടവും സംഭവിക്കാതെ ലീമ നഗരം സ്വതന്ത്രമായി. അപ്പോഴത്തേക്ക് ഈ പുണ്യവതിയെ പ്രകീർത്തിച്ചുകൊണ്ട് പള്ളികൾ മണിയടിക്കുകയും പുണ്യവതിയെ പ്രകീർത്തിക്കുകയൊക്കെ ചെയ്തു. അതാണ് അവിടെ ജീവിച്ചിരുന്നപ്പോൾ സംഭവിച്ചിരുന്ന വലിയൊരു അത്ഭുതം. അതിനുശേഷം 1617 ഓഗസ്റ്റ് 24-ാം തീയതി ബർത്തലോമിയുടെ തിരുനാളിൻ്റെ അന്ന് പുണ്യവതി മരിക്കും. പുണ്യവതി മരിക്കുന്നതിന് തൊട്ട് മുമ്പഴത്തേക്ക് ആളുകൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡ്രസ്സ് മാറ്റാം, ഈ പരിക്കൻ വസ്ത്രങ്ങൾ മാറ്റട്ടെ എന്ന് പറഞ്ഞു. പുണ്യവതി പറഞ്ഞു, ഒരു കാരണവശാലും ഇത് മാറ്റരുത്. ഞാൻ ഒരു ഡൊമിനിക്കൻ സഭാംഗമാണ്. ഞാൻ മരിക്കുമ്പോഴും അങ്ങനെ തന്നെ മരിക്കണം. കാരണം ഞാൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോഴും പുനരുത്ഥാനത്തിലേക്ക് വരുമ്പോഴും എനിക്കൊരു ഡൊമിനിക്കൻ സന്യാസിനിയായിട്ട് അത് തുടരണം. ഒപ്പം തന്നെ കയ്യിലൊരു മോതിരമുണ്ട്. ആ മോതിരത്തിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ റോസ്, നീ എന്നും എൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കുക, എൻ്റെ ഹൃദയത്തിൻ്റെ റോസ്, നീ എൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കുക എഴുതിയാന്നൊരു മോതിരം പുണ്യവതിയുടെ കയ്യിലുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ വാഗ്ദാനമായിട്ട് മോതിരം കൈമാറുന്നു. അപ്പോൾ ഈ പുണ്യവതിയുടെ വിവാഹ വാഗ്ദാനം കർത്താവുമായിട്ട് കഴിഞ്ഞ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വാക്യങ്ങൾ എഴുതി ഒരു മോതിരം കയ്യിൽ വെച്ചിട്ടുണ്ട്. പുണ്യവതി പറഞ്ഞു, ഇത് രണ്ടും മാറ്റാൻ പാടില്ല, ഇത് രണ്ടും ഇങ്ങനെ തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പുണ്യവതി വെറും 31 വയസ്സിൽ മരിച്ചു. പുണ്യവതി മരിച്ചതിന് ശേഷവും അത്ഭുതങ്ങൾ ധാരാളം ഉണ്ടായി. ചെറിയ 2 അത്ഭുതം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പുണ്യവതി മരിച്ചു കഴിഞ്ഞിട്ട് പുണ്യവതിയുടെ ശരീരത്തിൽ നിന്നും അനിതര സാധാരണമായ സുഗന്ധം ആ നാട് മുഴുവൻ പരന്നു. ഭയങ്കരമായ സുഗന്ധം. അത് കഴിഞ്ഞ് പുണ്യവതി മരിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം ലീമ നഗരത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്തെ ഒരു പെൺകുട്ടി കോളറയും അതിസാരവും ബാധിച്ച് മരിച്ചു. അപ്പോഴത്തേക്ക് അവർക്ക് പക്ഷേ ഓൾറെഡി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഒരു പുണ്യവതിയാണെന്ന്. അവളുടെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ആ മരിച്ച പെൺകുട്ടിയുടെ അധരത്തിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി മരണത്തെ വിട്ട് മരണത്തെ അതിജീവിച്ചു ഉയർത്തി വന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പിന്നെ 1631 ഒരു പ്രഫിയുടെ ഒരു ജോലിക്കാരൻ, ഈ പ്രഫിയുടെ ജോലിക്കാരൻ പുണ്യവതിയുടെ ഭയങ്കര ഭക്തനായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അസുഖം വന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് പ്രഫി അടക്കാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് മേശപ്പുറത്ത് ഈ പുണ്യവതിയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ടത്, ഒരു രൂപം, ഒരു ചിത്രം ഇരിക്കുന്നത്. അപ്പോൾ എന്തോ ഇത് ഈ ഫോട്ടോ എടുത്ത് ഈ മരിച്ച ആളിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ വീട്ടുകാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പുണ്യവതിയോടുള്ള ഇവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് ആ മകനെയും ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറയാൻ കാരണം, അതിനുശേഷവും ഇന്നുവരെ നീണ്ട അത്ഭുതങ്ങൾ, ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പുണ്യവതിയുടെ ജീവിതത്തിലൂടെ, പുണ്യവതിയുടെ മാധ്യസ്ഥത്തിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ഈ പുണ്യവതിയോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷേ ഇന്നത്തെ ഞാൻ പറയാൻ ആഗ്രഹിച്ച പോയിന്റ് അതിനുപരിയായിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ പുണ്യവതിയെ പറ്റി നമ്മൾ കാണുന്നു, അവർ ചെയ്ത അത്ഭുതങ്ങളെപ്പറ്റി കാണുന്നു, കേൾക്കുന്നു. പക്ഷേ എന്താണ് ഇതിനൊക്കെ അവരെ പ്രേരിപ്പിച്ചത്? അത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ശക്തമായ ആധ്യാത്മിക അടിത്തറയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ പുറമേ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അങ്ങനെ ആധ്യാത്മികമായ ഒരടിത്തറ ഉണ്ടെങ്കിൽ, ആഴമുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആര് തപസ് ചെയ്താലും ദൈവം എന്ത് തരും?
എന്ത് തരും? വരം തരും. ആര് തപസ് ചെയ്യാതെ ദൈവം വരം തരും. അപ്പം ആ വരത്തിന് വേണ്ടിയിട്ട് ഈ പുണ്യവതിയുടെ മധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.